മണി മേക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ശരിയാണല്ലേ. സന്തോഷവും പണവും എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറഞ്ഞാൽ അതും വളരെ ശരിയായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിൻ്റെ പുറകോട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് പണം തന്നെയായിരിക്കും അല്ലേ. ഇപ്പോൾ വീട്ടിലൊരു കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളോ ഒരു പെരുന്നാളോ ഓണോ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ പറയുക, കയ്യിൽ പണമില്ലെങ്കിൽ ഒരു ആഘോഷത്തിനും ഒരു ഉഷാറും ഉണ്ടാവില്ല, ശരിയല്ലേ. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനോ ഇങ്ങനെയുള്ള ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പണം തന്നെയായിരിക്കും അല്ലേ. ഈ ഒരു പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾക്ക് അനുഭവിക്കാത്ത പ്രശ്നങ്ങളും ഉണ്ടാവില്ല. സമൂഹത്തിലായാലും വീട്ടിലായാലും കുടുംബത്തിലായാലും പണമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളൊക്കെ അവഗണിക്കപ്പെട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ട് എന്നുള്ള ആർക്കും തോന്നിക്കഴിയുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ വീട്ടിലോ കിട്ടുന്ന ഒരു വാല്യൂ അതൊരു വ്യത്യാസം തന്നെയാണ്, ശരിയല്ല. ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു വസ്ത്രം വാങ്ങാൻ പോകുകയാണെങ്കിലോ നമ്മൾ ആദ്യം നോക്കുക ആ ഒരു ഡ്രസ്സിൻ്റെ പുറകിൽ ആ ഒരു പ്രൈസും നമ്മൾ പോക്കറ്റ് നോക്കും അല്ലേ. ഒരു നല്ലൊരു വസ്ത്രം വാങ്ങുന്നതിന് പകരം ഈ ഒരു പണം കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ അവൻ ചിന്തിക്കും അല്ലേ. ഒരു കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ ഉണ്ടാകും, നമുക്ക് ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ അതിനകത്ത് കയറാൻ പേടിയായിരിക്കും. കാരണം അതിനകത്തുള്ള ഭക്ഷണങ്ങൾക്ക് ഭയങ്കര റൈറ്റ് ആണെന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു ചിന്ത ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാവും. ബൈ ചാൻസ് നമ്മൾ അതിനകത്ത് കയറുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ മെനു ഒക്കെ എടുത്ത് നോക്കും, അതിനകത്തുള്ള പ്രൈസുകളും കാര്യങ്ങളും ഫുഡുകളൊക്കെ നോക്കും. എന്നിട്ട് അതിൽ നമ്മൾ എന്താക്കുക, ആ ഒരു പ്രൈസിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിലേക്ക് അനുസരിച്ചുള്ള രീതിയിൽ ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുക അല്ലേ. പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അവഗണനകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സന്തോഷങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും.